ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ സന്ദീപ് വാര്യരും കോൺഗ്രസിൻ്റെ വക്താവായി. കേരളത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഇനി ചാനൽ ചർച്ചകൾ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അതിന് അദ്ദേഹത്തിനുള്ള അവസരം നൽകിക്കൊണ്ടുള്ള KPCC പ്രസിഡന്റ് ഒപ്പുവെച്ച പ്രസ് റിലീസും പുറത്തു വന്നു കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം സന്ദീപ് വാര്യർ മിടുക്കനായ നേതാവാണെന്നും അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത് കോൺഗ്രസ്സിന് ഏറ്റവും ഫലപ്രദമായ അല്ലെങ്കിൽ ഗുണപ്രദമായ ഒരു അവസ്ഥ ഉണ്ടാക്കുമെന്നും ഞങ്ങൾ നേരത്തെ ഒരു എപ്പിസോഡിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങളുടെ ആ റിപ്പോർട്ടിൽ അന്ന് പറഞ്ഞിരുന്നു, വരും കാലത്ത് അധികം വൈകാതെ തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ ഒരു പ്രധാന സ്ഥാനത്ത് അവരോധനം ചെയ്യും എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. അത് ശരിവെച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അടുത്തു തന്നെ അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറി ആയി നിയമനം ലഭിക്കും എന്നുള്ള വാർത്തകളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ആ ഉറപ്പും ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ നൽകിക്കഴിഞ്ഞിട്ടുമുണ്ട്. എന്തുകൊണ്ടും നല്ല തീരുമാനങ്ങളിലൊന്ന് എന്ന് പറയാതെ വയ്യ. മുമ്പ് നമ്മുടെ ചരിത്ര രേഖകളിൽ ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. അത് പെൻ ഈസ് മൈറ്റിയർ ദാൻ സോഡ് എന്നാണ് പറയുക. പേന വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്നാണ് ആ പദത്തിൻ്റെ ശരിയായ രൂപം. ഇത് ഉണ്ടായത് തന്നെ നമ്മുടെ രാജ്യത്തുണ്ടാകപ്പെട്ട പല ലോകമഹായുദ്ധങ്ങളിലും അതിനുശേഷം വന്നിട്ടുള്ള പല പുരോഗമനപരമായ നടപടികൾക്ക് ജനകീയ സമരം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ തന്നെ പല തൂലികകളിൽ നിന്ന് മുതിർന്നു വന്ന വാഗ്ധോരണികളുടെ ഫലമായിട്ടുള്ളതാണ്. അതായത് പേന കൊണ്ട് ഒരാൾ എഴുതപ്പെടുന്ന കാര്യം ജനം ഏറ്റെടുക്കുകയും അത് പിന്നീട് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് പെൻ ഈസ് മൈറ്റിയർ ദാൻ സോഡ്. തൂലികയ്ക്ക് അല്ലെങ്കിൽ പേനയ്ക്ക് ഒരു വാളിനേക്കാൾ മൂർച്ച ഉണ്ട് എന്നുള്ളത്. ഇവിടെ അത് നമുക്ക് തിരുത്തി പറയാം. അതായത് നമുക്ക് പറയാൻ കഴിയുന്നത് ടങ് ഈസ് മൈറ്റിയർ ദാൻ സോഡ്. നാക്ക് ഈ വാളിനേക്കാൾ മൂർച്ചയേറിയത് തന്നെയാണെന്ന്. അത് സന്ദീപ് വാര്യർ നേരത്തെ തന്നെ BJPയിലെ വക്താവായി ചാനൽ ചർച്ചകളിൽ വന്നപ്പോൾ തന്നെ തെളിയിച്ചതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഊഴം കോൺഗ്രസ്സിന് വേണ്ടിയുള്ളതാണ്. അവിടെ ഇദ്ദേഹം തിളങ്ങുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനെക്കുറിച്ച് അറിയുന്ന ആർക്കും സംശയമില്ല. ഒന്നാം തരം മിടുക്കനായ പ്രഭാഷകനാണ്. നല്ല വാഗ്ധോരണി സ്വന്തമായുണ്ട്. നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ്. ഒന്നാം തരം ഓർമ്മശക്തിയും ഉണ്ട്. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ചാനൽ ചർച്ചകളിൽ പ്രക്ഷോഭിക്കാനും സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ ചില വക്താക്കൾ കാണിക്കുന്ന ചില കോപ്രായങ്ങളും നമ്മൾ ചാനൽ ചർച്ചകളിൽ കാണാറുണ്ട്. എല്ലാവരുമല്ല കേട്ടോ, ചിലർ. അവരൊക്കെ തന്നെ ഒരു നിയന്ത്രണവുമില്ലാതെ എന്ത് പറയണം, എപ്പോൾ ഇടപെടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ശരിയായ അവബോധമില്ലാതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് അവർ കാണിക്കുന്ന ചില ആക്ഷേപങ്ങളും ചില അഭിപ്രായങ്ങളും ഒക്കെ തന്നെ കാണികളെ വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. BJPയെ സ്നേഹിക്കുന്ന ആളുകൾ പോലും ഇവരുടെ പരാക്രമങ്ങൾ കണ്ട് മൂക്കത്ത് വിരൽ വച്ചിട്ടുണ്ട്. പക്ഷേ അന്നും സന്ദീപ് വാര്യർ ഒരു മിതത്വത്തോടുകൂടി തന്നെയാണ് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മതേതര നിലപാട് അപ്പോഴും ആളുകൾ വാഴ്ത്തി പറഞ്ഞിരുന്നു. അതിനനുസൃതമായ ഒരു തീരുമാനം വൈകിയാണെങ്കിലും അദ്ദേഹം എടുത്തു. കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടു. ഇപ്പോൾ സന്ദീപ് വാര്യർ അംഗീകരിക്കപ്പെട്ട ഒരു സംസ്ഥാന നേതാവായി വളർന്നു കഴിഞ്ഞു, ഉയർന്നു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ നാളുകൾ വരാൻ പോകുന്നേ ഉള്ളൂ. നിശ്ചയമായും സന്ദീപ് വാര്യർക്ക് അർഹമായ ഒരു സ്ഥാനം നൽകാൻ ഇനി ഒട്ടും വൈകില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് ഇപ്പോൾ ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന ദേശീയ സെക്രട്ടറി കേരളത്തിനെക്കുറിച്ച് നൽകിയ റിപ്പോർട്ടിൽ പുനഃസംഘടന തീർച്ചയായും ഉണ്ടാകും എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളും ഡൽഹിയിൽ ചർച്ച ചെയ്ത് ഏകദേശം ഒരു തീരുമാനം ആയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒടുവിൽ കനകോലു ഒരു കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ചിട്ടുള്ളതായി വാർത്തകളുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ പറയാം. എന്തായാലും ഇതിൽ എന്ത് റിപ്പോർട്ട് പോയാലും
സന്ദീപ് വാര്യർക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ നേതൃത്വത്തിന് രണ്ട് പക്ഷമില്ല. എല്ലാവർക്കും അതിനോട് യോജിപ്പാണ്. കാരണം സന്ദീപ് വാര്യരുടെ യോഗ്യത തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഒരു കാരണവും. ചിലരൊക്കെ ചില സമയങ്ങളിൽ മുറുമുറുത്തെങ്കിലും പിന്നീട് അതെല്ലാം മയപ്പെട്ട് വരിക തന്നെയാണ് ചെയ്തത്. കോൺഗ്രസ്സിന് ഗുണപ്പെടുന്ന ഒരു തീരുമാനമാണ് സന്ദീപ് വാര്യർ എടുത്തതെന്ന് കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഉത്തമ ബോധ്യവുമുണ്ട്. അതുകൊണ്ട് അവിടെയും ഇവിടെയും നിന്ന് ചിലർ ചിലതൊക്കെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് സന്ദീപ് വാര്യരുടെ റേറ്റിംഗ് കുറയാനൊന്നും പോകുന്നില്ല. അദ്ദേഹം കൂടുതൽ ഒരു ഗ്ലാമർ പൊസിഷനിലേക്ക് ഇപ്പോൾ വന്നു. കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയുടെ കേരളത്തിൻ്റെ വക്താവായി എന്നുള്ളതാണ്. ബി ജെ പിയുടെ കേരളത്തിൻ്റെ വക്താവായി എന്നുള്ളത് ചെറിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ചെറിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. എന്നാൽ അതിനേക്കാൾ വലിയ കാര്യമാണ് ഒരു മതേതരവാദി എന്നുള്ള നിലയിൽ സന്ദീപ് വാര്യർ ഇപ്പോൾ കേരളത്തിലെ ജനഹൃദയങ്ങളിൽ നേടിയിട്ടുള്ള ഒരു സ്ഥാനം. അതിന് അനുസൃതമായ നിലയിൽ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് ചേരാനുള്ള തീരുമാനം, തുടർന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം, സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് സുധാകരൻ എടുത്ത തീരുമാനം, അതെല്ലാം തന്നെ ശ്ലാഘനീയമാണ്. അർഹിക്കുന്ന ആളിനെ തേടി അർഹതയുള്ള സ്ഥാനം വന്നെത്തും എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ ഇതിനൊന്നും യോഗ്യതയില്ലാത്ത ചിലർക്ക് ഉള്ളിൽ ചിലപ്പോൾ ചില തികട്ടലുകൾ വരുന്നുണ്ടാകാം. പക്ഷേ അതിനൊന്നും തന്നെ വലിയ ഒരു ഉത്സാഹമൊന്നും ഇനി വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം സന്ദീപ് വാര്യറിനോട് ചേർന്ന് നിന്ന് തന്നെ കോൺഗ്രസ്സിലെ പലർക്കും പ്രവർത്തിക്കേണ്ടി വരും. അദ്ദേഹം നേതൃത്വ നിരയിൽ ഒരു പ്രധാന പൊസിഷനിലേക്ക് വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടി ആയാൽ സന്ദീപ് വാര്യർ ഒരു കലക്കുക തന്നെ ചെയ്യും. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സന്ദീപ് വാര്യരുടെ ഒരു വലിയ ഘട്ടം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നേരത്തെ BJPയിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി കോൺഗ്രസിൻ്റെ കേരളത്തിലെ ശക്തമായ നേതാക്കളിൽ ഒരാളായി സന്ദീപ് വാര്യരെ വരുംകാലം അടയാളപ്പെടുത്താൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമാണ് നമ്മൾ കണ്ടത്. ഇനി നോക്കിക്കോളൂ, ഈ ചർച്ചകളിൽ നമുക്ക് കോൺഗ്രസ്സിന് വേണ്ടി വാദിക്കുന്ന വക്താക്കളുടെ ഇടയിൽ നമ്പർ 1 ആയി ഇപ്പോൾ സന്ദീപ് വാര്യർ ശോഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു തുടക്കം ആയിക്കഴിഞ്ഞു. കഴിഞ്ഞ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ കൊടുക്കേണ്ടവർക്ക് നന്നായി കൊടുത്തുകൊണ്ട് തന്നെ ഈ സന്ദീപ് വാര്യർ തുടങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അംഗം. നമുക്ക് വരുംകാലത്ത് ഇനി സന്ദീപ് വാര്യരുടെ ഒരു കാലം വരുന്നു എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് അടയാളപ്പെടുത്തി പറയേണ്ടി വരുന്നു. കാരണം ഇത്തരത്തിൽ നല്ല വാക്ചാതുര്യമുള്ള നേതാക്കളുടെ എണ്ണം കോൺഗ്രസ്സിൽ കുറവാണ്. അത് പറയാതെ വയ്യ നമുക്ക്. നല്ല വക്താക്കൾ ഏറ്റവും കൂടുതൽ ഉള്ളത് മറ്റ് പാർട്ടികളിലാണ്. ആ നിലയിൽ കോൺഗ്രസ്സിന് ഇങ്ങനെ യുക്തമായ നിലയിൽ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള വാക് സാമർഥ്യമുള്ള സന്ദീപ് വാര്യർ ഒരു മുതൽക്കൂട്ടാകാൻ പോവുകയാണ്. അപ്പോൾ സന്ദീപിൻ്റെ ഈ പ്രകടനം ഇനി നമുക്ക് ചാനൽ ചർച്ചകളിൽ കാണാം. KPCC സെക്രട്ടറിയായി വരുന്ന സന്ദീപിനെയും നമുക്ക് വൈകാതെ കാണുകയും ചെയ്യാം.